Now we are going to find the relative velocity of a body with respect to another body. The relative velocity of a body with respect to another body is the rate of change of position of the first body with respect to the second body. Here we consider two buses A and B moving in the same direction towards right. In this case, the relative displacement of A with respect to B is xab. So the relative velocity of A with respect to B means the rate at which xab changes with the time. And the relative velocity of A with respect to B is represented by VAB. VAB and is given by VA minus VB. Relative velocity of A with respect to B is given by VAB equals VA minus VB. Suppose A is traveling with a velocity of 100 km per hour and B is traveling with a velocity of 60 km per hour. Then relative velocity of A with respect to B will be 100 minus 60 equals 40 km per hour. This will be the relative velocity of A with respect to B. ഇതിന്റെ മീനിങ് എന്താണ്? ഇതിനകത്തിരിക്കുന്ന ഒരു യാത്രികൻ, ഒരു ഒബ്സർവർ എ വീക്ഷിക്കുകയാണെങ്കിൽ അത് ഇതിനെ അപേക്ഷിച്ച് മൂവ് ചെയ്യുന്ന, ഈ ബസ്സിനെ അപേക്ഷിച്ച് മൂവ് ചെയ്യുന്ന റേറ്റ് ആണത് 40 km per hour. ഇനി എയിലിരിക്കുന്ന ഒരാൾ ബിയിലേക്ക് നോക്കുകയാണെങ്കിൽ ബി എത്ര വെലോസിറ്റിയിൽ ആണ് മൂവ് ചെയ്യുന്നത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് ഈസ് കോൾഡ് the relative velocity of B with respect to A and is given by VBA. Relative velocity of B with respect to A is given by VBA equals VB minus VA. ഇപ്പോൾ ഇവിടെ നമുക്കറിയാം രണ്ട് റൈറ്റിലേക്ക് തന്നെയാണ് പോകുന്നത്. രണ്ടിൻ്റെ വെലോസിറ്റീസ് നമ്മൾ പോസിറ്റീവ് ആയിട്ട് തന്നെ എടുത്തു. റൈറ്റിലേക്കുള്ള ഡയറക്ഷൻ പോസിറ്റീവ് ആണ്, ലെഫ്റ്റിലേക്കുള്ള നെഗറ്റീവ് ആണ്. അപ്പോൾ അങ്ങനെ എടുത്താണ് ആദ്യത്തെ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ അതേ വാല്യൂ യൂസ് ചെയ്തിട്ട് എയിൽ നിന്ന് ബിയിലേക്ക് നോക്കുമ്പോൾ ബിയുടെ വെലോസിറ്റി എന്തായിട്ട് അപ്പിയർ ചെയ്യും, അതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദിസ് വിൽ ബി VB means 60 and VA means 100. So this is equal to minus 40 km per hour. ഇതാണ് എന്ത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് B with respect to A എന്ന് പറയുന്നത്. ഇതിന്റെ മീനിങ് എന്താണ്? A എന്ന് നോക്കുന്ന ഒരു ഒബ്സർവർ, ഒരു യാത്രികൻ B എങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നു? B moves backward with a velocity of 40 km per hour. 40 km per hour എന്നുള്ള വെലോസിറ്റിയിൽ ബാക്കിലേക്ക്, നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് ഇറ്റ് ഈസ് മൂവിംഗ് ടുവേർഡ്സ് ലെഫ്റ്റ്. റൈറ്റിലേക്കുള്ള പോസിറ്റീവ് ആണ്, ലെഫ്റ്റിലേക്കുള്ള നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ ബാക്കിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നതാണ് നെഗറ്റീവ് സൈൻ. സോ ദിസ് ഈസ് ദ റിലേറ്റീവ് വെലോസിറ്റി ഓഫ് B വിത്ത് റെസ്പെക്ട് ടു A. ഇനി ഈ കേസിൽ തന്നെ ഇത് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ട്രാവൽ ചെയ്യുന്നത് സങ്കല്പിക്കാം. എന്ന് പറഞ്ഞാൽ ഈ ബസ് അങ്ങോട്ടല്ല പോകുന്നത്, A എന്ന് പറയുന്ന ബസ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നു, അതുപോലെ B എന്ന് പറയുന്ന ബസ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ കേസ് എന്തായിരിക്കും? VABയും അതുപോലെ VBAയും എന്ന് നമുക്ക് നോക്കാം. സോ ഇൻ ദാറ്റ് കേസ് VAB വിൽ ബി എന്തായിരിക്കും? VAB ഈക്വൽസ് VA മൈനസ് VB തന്നെ ഫോർമുല, ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു A ഇപ്പോൾ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇതേ സ്പീഡിൽ മൂവ് ചെയ്യുന്നു ലെഫ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി പറയുമ്പോൾ സൈൻ ചേർത്ത് പറയണം, ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് മൈനസ് കൊടുക്കണം. സോ മൈനസ് 100 ആണ് VA എന്ന് പറയുന്നത്. മൈനസ് VB എന്ന് പറയുന്നത് റൈറ്റിലേക്ക് ആയതുകൊണ്ട് 60 തന്നെ, അത് മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് മൈനസ് 160 കിട്ടും. സോ ദിസ് ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് A appears to move with respect to B. കാരണം ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണ്, ഹൈ സ്പീഡിൽ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് ഇതിൽ നോക്കുന്ന ലക്ഷ്യം കാണും. എങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു? ലെഫ്റ്റിലേക്ക്. അതുകൊണ്ട് നെഗറ്റീവ് സൈൻ ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് VBയെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. VB മൈനസ് VA. ഈ കേസിൽ VB എന്ന് പറഞ്ഞാൽ ബിയുടെ വെലോസിറ്റി ആണ്, അത് തന്നെയാണ് റൈറ്റിലേക്ക് ആയതുകൊണ്ട് 60 തന്നെ, മൈനസ് VA ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് മൈനസ് അതിൻ്റെ വാല്യൂ വെക്ടർ ആയതുകൊണ്ട് മൈനസ് 100 വരും. സോ ദിസ് ഈസ് ഈക്വൽ ടു 160 km per hour. That means B appears to move with a velocity of 160 km per hour for an observer in A. എയിലെ ഒരു യാത്രികൻ അല്ലെങ്കിൽ നിരീക്ഷകൻ നോക്കുമ്പോൾ കാണുന്നത് B എന്ന് പറയുന്നത് 160 km per hour എന്ന ഹൈ സ്പീഡിൽ റൈറ്റിലേക്ക് പോകുന്നതായിട്ട്, ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്,
ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നതാണ്, ഇത് വൺ ഡയമെൻഷൻ മോഷനാണ്. ഈ കേസിൽ വെക്ടർ നൊട്ടേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം വെക്ടേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കും 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ നമ്മൾ വെക്ടേഴ്സ് ഡീൽ ചെയ്യുമ്പോൾ വെക്ടർ നൊട്ടേഷൻ കൊടുക്കും. എ എന്ന് പറയുന്ന ഒരു വെക്ടർ ആണെങ്കിൽ എ വെക്ടർ എന്ന് കൊടുക്കും, വി എ എന്ന് പറയുന്ന വെക്ടർ ആണെങ്കിൽ വി എ വെക്ടർ എന്ന് കൊടുക്കും, വി ബി വെക്ടർ ആണെങ്കിൽ വി ബി വെക്ടർ എന്ന് കൊടുക്കും. കാരണം അതിന് ദിശയുണ്ട്, അതുപോലെ പരിമാണമുണ്ട്. അതുകൊണ്ട് ആ വെക്ടർ നൊട്ടേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ കൊടുക്കുന്നത്. പക്ഷെ 1 ഡയമെൻഷൻ കേസിൽ നമുക്ക് വെക്ടർ നൊട്ടേഷൻ്റെ ആവശ്യമില്ല, നമ്മളിവിടെ അത് യൂസ് ചെയ്തിട്ടില്ല. സൈൻ തന്നെ വെക്ടറിന്റെ ദിശയെ ഇവിടെ സൂചിപ്പിക്കുന്നതായിരിക്കും. റൈറ്റിലേക്കുള്ള പോസിറ്റീവ്, ലെഫ്റ്റിലേക്കുള്ള നെഗറ്റീവ്. ഇപ്പോൾ ഇവിടെ നോക്കി അറിയാൻ പറ്റും, ഇത് റൈറ്റിലേക്കാണ് റിലേറ്റീവ് വെലോസിറ്റി, അതുകൊണ്ട് പോസിറ്റീവായിട്ട് കിട്ടിയത്. ലെഫ്റ്റിലേക്കാണ് ഇവിടെ കിട്ടിയ റിലേറ്റീവ് വെലോസിറ്റി, അതുകൊണ്ട് നെഗറ്റീവായിട്ട് കിട്ടി. ഇവിടെ നമ്മൾ വാല്യൂസ് എടുത്തപ്പോൾ അതനുസരിച്ച് സൈൻ കൊടുക്കാൻ എടുത്തത് കിട്ടിയ റിസൾട്ടും അതുപോലെ തന്നെ അതിന് ആനുപാതികമായിട്ട് തന്നെ കിട്ടി. അത് 1 ഡയമെൻഷൻ കേസിൽ നമ്മൾ വെക്ടർ നൊട്ടേഷൻ ആവശ്യമില്ല, അത് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സൈൻ മാത്രം മതി. റൈറ്റിലേക്കുള്ള എല്ലാ വെക്ടർ ക്വാണ്ടിറ്റീസും പോസിറ്റീവ് സൈൻ കൊടുത്ത് സൂചിപ്പിക്കുക, ലെഫ്റ്റിലേക്കുള്ളത് നെഗറ്റീവ് സൈൻ കൊടുത്ത് സൂചിപ്പിക്കുക. ഓക്കെ. ഇനി നമ്മൾ പഠിക്കുന്നത് പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. വാട്ട് ഈസ് പൊസിഷൻ ടൈം ഗ്രാഫ്? A graph obtained by plotting time along the x-axis and the position along the y-axis is called position time graph. Time along the x-axis and position along the y-axis is called position time graph. First, we want to study the position time graph of a stationary object. ഒരു സ്റ്റേഷനറി ഓബ്ജക്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വിചാരിക്കുക. എക്സാമ്പിൾ, എ കാർ അറ്റ് റെസ്റ്റ് at a certain distance from a reference point, say the foot of a post, electric postന്റെ ഫുട്ടാന്ന് വിചാരിക്കുക റെഫറൻസ് പോയിന്റ്. അവിടെ നിന്ന് ഒരു 5 മീറ്റർ ദൂരം അല്ലെങ്കിൽ ഒരു നിശ്ചിതമായിട്ടുള്ള അകലത്തിൽ റെസ്റ്റിലായിരിക്കുന്ന ഒരു കാറിൻ്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമ്മൾ വരയ്ക്കാൻ പോകണം. ആ പൊസിഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്കറിയാം, ഏത് ഗ്രാഫ് വരയ്ക്കണമെങ്കിലും എക്സിൻ്റെ വാല്യൂവും വൈയുടെ വാല്യൂ നമ്മൾ എടുക്കും. എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസ് പ്ലോട്ട് ചെയ്യുന്ന ആ ഒരു വേരിയബിളിൻ്റെ വാല്യൂവും അതുപോലെ വൈ ആക്സിസ് പ്ലോട്ട് ചെയ്യുന്ന വേരിയബിളിൻ്റെ വാല്യൂവും നമ്മൾ എടുക്കും. അങ്ങനെ നമ്മൾ ഒരു ചാർട്ട് ഇവിടെ ഫോം ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 0 ടൈമാണ്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു നിശ്ചിത അകലത്തിലാണ്, സേ 5 മീറ്റർ ഡിസ്റ്റൻസിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ആ 0 ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ട് വൈ ആക്സിൽ 5 മീറ്റർ എന്നുള്ളത് മാർക്ക് ചെയ്യും. ഒരു പ്രത്യേക തോത് എടുത്തിട്ട്, ഫോർ എക്സാമ്പിൾ 1 സെൻറ്റിമീറ്റർ ഇസ് ഈക്വൽ ടു 1 മീറ്റർ എന്നെടുക്കണം. 5 സെൻറ്റിമീറ്റർ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ഇവിടുത്തെ ഒരു പോയിന്റ് കിട്ടും. വീണ്ടും നമ്മൾ ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും കാറിന്റെ പൊസിഷൻ മാറ്റിയില്ല, 5 മീറ്റർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു സെക്കൻഡ് കഴിഞ്ഞുള്ള പോയിന്റ് നമ്മൾ വീണ്ടും മാർക്ക് ചെയ്യും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യും. അതുപോലെ 2 സെക്കൻഡ് കഴിയുമ്പോൾ ഇവിടെ കിട്ടും. അങ്ങനെ ആ പോയിന്റ്സ് എല്ലാം കൂടി നമ്മൾ യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്, ആ പോയിന്റ്സ് എല്ലാം കൂടി നമ്മൾ യോജിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? We get a line parallel to the time axis. This is the position time graph of an object at rest. Rest ഇരിക്കുന്ന ഒരു പോയിന്റ് പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഇതാണ്. The position coordinate does not change with time. ഇതിന്റെ അകലം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ ഇവിടെ മാറുന്ന ടൈം മാത്രമാണ്. ഇപ്പോൾ ഗ്രാഫിൽ നോക്കുമ്പോൾ ഗ്രാഫിലെ ആ ഒരു ഗ്രാഫ് മൂവ് ചെയ്യുന്നതായിട്ട് തോന്നും, അല്ലെങ്കിൽ ആ ഫിഗർ ഇങ്ങനെ ഇങ്ങോട്ട് ചലിക്കുന്നതായിട്ട് തോന്നും. ചലിക്കുന്നത് എന്താണ്? ടൈം മാത്രമാണ് ചലിക്കുന്നത്. പക്ഷേ ഈ ഡിസ്റ്റൻസ് സെയിം ആയിട്ട് തന്നെ നിൽക്കുന്നു, അഥവാ ഈ ഡിസ്റ്റൻസ് സെയിം ആയിട്ട് തന്നെ നിൽക്കുന്നു. ഈ ഓബ്ജക്റ്റ്, ഈ കാറ് റെസ്റ്റിലാണ്. അപ്പോൾ റെസ്റ്റിലായിരിക്കുന്ന ഒരു ഓബ്ജക്റ്റിന്റെ പൊസിഷന്റെ ഗ്രാഫ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? The position time graph of a stationary object will be a line parallel to the time axis. Straight line ആയിരിക്കും, parallel to time axis. ഓക്കെ. ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നത് for a body moving with uniform velocity. What is the position time graph for a body moving with uniform velocity? ഒരു യൂണിഫോം വെലോസിറ്റി മൂവ് ചെയ്യുന്ന ഓബ്ജക്റ്റിന്റെ കേസിൽ എന്താണ് പൊസിഷൻ ടൈം ഗ്രാഫ്? നമുക്ക് അതിങ്ങനെ ആലോചിക്കാം. യൂണിഫോം വെലോസിറ്റി നമ്മൾ പഠിച്ചു. എന്താണ്? A body is set to move with uniform velocity if it covers equal displacements in equal intervals of time, however small these intervals may. അതനുസരിച്ച് ഈ കാർ തന്നെ യൂണിഫോം വെലോസിറ്റി മൂവ് ചെയ്യാമെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ കാർ ആദ്യമേ തന്നെ ലെഫ്റ്റിൽ നിന്ന് യൂണിഫോം വെലോസിറ്റി ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
അത് ഈ പോയിന്റ് പോസ്റ്റിന്റെ ആ ഭാഗത്തിന്റെ സെന്റർ എത്തിയ സമയത്ത് നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ വെലോസിറ്റി, ആ യൂണിഫോം വെലോസിറ്റി എത്രയാണോ ആ സമയത്ത് തന്നെ അതിന്റെ പൊസിഷൻ കോർഡിനേറ്റ് 0 ആയിരിക്കെ ടൈം 0 ആണ് എന്ന് പറഞ്ഞാൽ we get a point here corresponding to the position of the car at the foot of the post. The position coordinate will be 0 and time is 0. കാരണം സ്റ്റോപ്പ് വാച്ച് അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓൾറെഡി ലെഫ്റ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞ് നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ ഒരു നിശ്ചിത ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, സേ 2 മീറ്റർ ട്രാവൽ ചെയ്ത് വിചാരിക്കുക. ഒരു സെക്കൻഡ് കഴിയുമ്പോൾ 2 സെക്കൻഡ് കഴിയുമ്പോൾ 4 മീറ്റർ, അപ്പോൾ അതുപോലെ 3 സെക്കൻഡ് കഴിയുമ്പോൾ 6 മീറ്റർ. ആ രീതിയിൽ പോവുകയാണെങ്കിൽ അതിന്റെ വെലോസിറ്റി യൂണിഫോം ആണെന്ന് പറയാൻ പറ്റും. അപ്പം അതനുസരിച്ച് നമ്മളിവിടെ ടൈം മാറുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈക്വൽ സ്റ്റെപ്പിൽ ടൈം മാറുമ്പോൾ ഈക്വൽ സ്റ്റെപ്പിൽ എന്ത് മാറും? പൊസിഷൻ കോർഡിനേറ്റ് മാറിക്കൊണ്ടിരിക്കും. അതനുസരിച്ച് നമ്മൾ പോയിന്റ്സ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പോയിന്റ്സ് ആയിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് മീൻസ് വി ഗെറ്റ് എ സ്ട്രേറ്റ് ലൈൻ പാസിംഗ് ത്രൂ ദ ഒറിജിൻ. ഒറിജിനൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ കിട്ടും ഈ കേസിൽ. കാരണം എന്താണ്? As the car reaches the point O, we start the stopwatch. So at time t is equal to 0, the position coordinate will be 0. So we get a point here. Then after 1 second, we observe the position coordinate. Then this will be here. After 1 second, then this will be the position. Then this will be the position, and so on. We get a straight line graph. That means in the case of an object moving with uniform velocity, the position time graph will be a straight line. And if we start the stopwatch at the instant when it reaches the origin, then the graph will be a straight line passing through the origin like this. ഇതായിരിക്കും അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇത് ഒറിജിനൽ അല്ല. ഇവിടെ വേറൊരു പോയിന്റിൽ എത്തിയപ്പോൾ, അതായത് ഈ ഒരു പോയിന്റിൽ എത്തിയെന്ന് വിചാരിക്കുക. ഇവിടെ എത്തുമ്പോൾ നമ്മളത് x0 എന്നെടുത്തു എന്ന് വിചാരിക്കുക. ഈ ഒരു പോയിന്റിലാണ് എത്തിയത്. ഇവിടെ എത്തിയപ്പോൾ ഈ പ്രത്യേക പോയിന്റിൽ കാർ എത്തിയപ്പോൾ നമ്മൾ സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഗ്രാഫിൽ തുടക്കത്തിൽ 0 ടൈമിൽ ഒരു പ്രത്യേക പൊസിഷൻ വാല്യൂ ഉണ്ടായിരിക്കും. ആ കേസിൽ എന്തായിരിക്കും ഗ്രാഫിന്റെ സ്വഭാവം? ദിസ് വിൽ ബി ദ പൊസിഷൻ ടൈം ഗ്രാഫ്. ഇതായിരിക്കും പൊസിഷൻ ടൈം ഗ്രാഫ്. ഇഫ് ദ ഇനിഷ്യൽ പൊസിഷൻ കോർഡിനേറ്റ് ഈസ് x0. x0 എന്ന് പറയുന്നത് ഇനിഷ്യൽ പൊസിഷൻ കോർഡിനേറ്റ് ഉണ്ടെങ്കിൽ 0 ടൈമിൽ x0 ആണ് പൊസിഷൻ കോർഡിനേറ്റ്. അതിന് മീനിങ് ഇത്രേ ഉള്ളൂ. ഇത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പി എന്ന് പറയുന്ന പോയിന്റ് എത്തിയപ്പോഴാണ് അത് സ്റ്റോപ്പ് വാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 0 ഇൻസ്റ്റന്റിൽ x0 എന്ന് പറയുന്ന പൊസിഷൻ കോർഡിനേറ്റ്. ദെൻ ടൈം കൂടുമ്പോൾ അതനുസരിച്ച് പൊസിഷൻ കോർഡിനേറ്റ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇപ്പോൾ ഈ പോയിന്റ് നമുക്ക് A എന്ന് എടുക്കാം. ഇനി അല്പസമയം കഴിഞ്ഞ് നമ്മൾ T1 എന്ന് പറയുന്ന ഇൻസ്റ്റന്റിൽ നിരീക്ഷിച്ചപ്പോൾ, ഈ കാറിനെ T1 എന്ന ഇൻസ്റ്റന്റിൽ നിരീക്ഷിച്ചപ്പോൾ, ദിസ് ഇസ് ദ ഇൻസ്റ്റന്റ് T1. അപ്പോൾ നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത് B എന്ന് പറയുന്ന പോയിന്റ് ആയിരിക്കും. ഗ്രാഫ് അപ്പോഴത്തെ പൊസിഷൻ കോർഡിനേറ്റ് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. The position coordinate will be x1. x1 is the position coordinate. That means this distance. This distance is the position coordinate at the instant T1. Now, after some time, at the instant say T2, the position coordinate changes from x1. So when the instant becomes a T2, the position coordinate has now changed to x2. This point on the graph can be taken to be C, and D is another point on the graph. So in the case of we see that in the case of an object traveling with a uniform velocity, the position time graph will be a straight line graph having a positive slope. ഇതിന്റെ ചരിവ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. സ്ലോപ്പ് നമുക്കറിയാം. സ്ലോപ്പ് എന്ന് പറയുന്നത് it is a tangent of the angle made by the straight line with the positive direction of x axis. അപ്പോൾ ഇവിടെ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ this will be the angle. അതിന്റെ tan വാല്യൂ ആയിരിക്കും സ്ലോപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം tan of an angle increases from 0 to a maximum when the angle changes from 0 to pi by 2, and thereafter the tan value becomes negative. അപ്പോൾ അതുകൊണ്ട്
ഈ ലൈൻ ഇങ്ങനെ ആകുന്നത് വരെ അത് പോസിറ്റീവ് സ്ലോപ്പ് ആയിരിക്കും, അത് കഴിഞ്ഞാൽ നെഗറ്റീവ് സ്ലോപ്പ് വരുള്ളൂ. അതുകൊണ്ട് the position time graph of an object moving with uniform velocity will be a straight line graph having a positive slope. ഇവിടെ നമ്മൾ ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട് ഒരു കൺസ്ട്രക്ഷൻ നടത്തുകയാണ്. we take A, B, C, D. A, B and C. Here B and C corresponds to B and C on the straight line graph ABCD of the object moving with uniform velocity. B and C corresponds to times t1 and t2, and x1 and x2 will be the corresponding positions. So we can find the uniform velocity here. We can find the velocity. Velocity എന്തായിരിക്കും? Velocity നമ്മൾ already പഠിച്ചതാണ്. Velocity equals the change of position. The position coordinate changes from x1 to x2. So x2 minus x1 will be the displacement or change of position, and time taken is t2 minus t1. Graphical the meaning നമുക്ക് നോക്കാൻ പറ്റും. The graphical meaning of this ratio will be, ഇവിടെ നമ്മൾ ഇത് perpendicular ഇങ്ങോട്ട് വരയ്ക്കുന്നു. This will be the perpendicular, then this is taken as E. This angle can be taken as theta. So x2 minus x1 means x2 is this. ഈ വാല്യൂ എന്ന് പറയുന്നത് ഇത് ഈ പോയിന്റ് ബി ഡാഷ് എന്നും ഇത് സി ഡാഷ് എന്നും കൊടുക്കുകയാണെങ്കിൽ ഇവിടെ സി ഡാഷ് സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് x2, അതുപോലെ ബി ഡാഷ് ബി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് x1. സോ ദിസ് ഈസ് CE. CE എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ഇത് x2 ഇത്രയും വരുന്നു, x1 ഇത്രയും വരുന്നു. സോ x2 minus x1 എന്ന് പറയുന്നത് CE എന്ന ഡിസ്റ്റൻസ് ആണ്, ഡിവൈഡഡ് ബൈ t2 minus t1 എന്ന് പറയുന്നത് t2 ഇതായിരിക്കും t2, then t1 means this. t2 എന്ന് പറയുന്നത് ഇത്രയും വരും, t1 ഇത്രയും വരും. ഡിഫറൻസ് t2 minus t1 എന്ന് പറഞ്ഞാൽ b എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് ഗ്രാഫിൽ. സോ this divided by b. ഇത് എന്താണ് വാസ്തവത്തിൽ ടാൻജന്റ് ഓഫ് ദിസ് ആംഗിൾ ആണ്, because c is the opposite side and b is the adjacent side. Therefore c by b means tan theta. That means the slope of position time graph gives the velocity of the object. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ്? രണ്ടാമത്തെ കേസിൽ for a body moving with the uniform velocity, the position time graph, that means the graph obtained by plotting time along the x-axis and position along the y-axis will be a straight line having a positive slope. Positive slope ഉള്ള straight line ആണ്, കാരണം നമ്മളിവിടെ എടുത്തിരിക്കുന്ന പോസിറ്റീവ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. പറഞ്ഞാൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന ഒരു കാറിന്റെ ആണ് ഇവിടെ നമ്മൾ പരിഗണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് നമുക്ക് ഈ രീതിയിൽ വരയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. ഈ സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫിൽ we consider 2 points B and C corresponding to 2 times t1 and t2. Then the corresponding position coordinates will be x1 and x2 respectively. So the displacement of the object can be found as x2 minus x1, and velocity is given by the rate of change of displacement or rate of displacement. So it is equal to final position coordinate minus the initial position coordinate, that's the displacement, divided by time taken means final time t2 minus initial time t1. So we get x2 minus x1 divided by t2 minus t1 as the velocity, and its graphical meaning is found to be the slope of the straight line graph. That means CE divided by BE means slope tan theta. ഈ ആംഗിൾ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതേ ആംഗിൾ തന്നെയായിരിക്കും x ആക്സിസ് ഉണ്ടാകുന്നതെങ്കിൽ the tangent of the angle made by a straight line with the positive direction of the x-axis is called the slope of the line. So the slope of this straight line graph ABCD is tan theta, and it is given from the triangle as CE divided by BE equals tan theta. So we see that the slope of position time graph gives the velocity of the object. Position time graph inde slope aanu
velocity of the object. അതനുസരിച്ച് ഇവിടെ സ്റ്റേഷനറി ഒബ്ജക്റ്റിന്റെ കേസിൽ നമ്മൾ സ്ലോപ്പ് നോക്കുകയാണെങ്കിൽ the angle made by the straight line graph in the positive direction of x എന്നായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ സ്ലോപ്പ് tan 0 ആണ്. Tan 0 means 0. That means its velocity, the graph shows that its velocity is 0. Velocity 0 ആയതുകൊണ്ടാണ് graph parallel to time axis ആകുന്നത് ഈ കേസിൽ. So in general, the velocity of an object is equal to the slope of position time graph. Okay. ഇനി ഇത് പോസിറ്റീവ് വെലോസിറ്റി ഉള്ള ഗ്രാഫാണ്. വെലോസിറ്റി ഉള്ള ഒരു ഓബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫാണ് നമ്മളിവിടെ പഠിച്ചിരിക്കുന്നത്. അതിന്റെ കേസിൽ നമ്മൾ ഇത് മനസ്സിലാക്കുകയും ചെയ്തു. എന്താണ്? വെലോസിറ്റി is given by slope of position time graph. ഇനി നെഗറ്റീവ് വെലോസിറ്റി ഉള്ള ഓബ്ജക്റ്റിന്റെ കേസിലാണെങ്കിൽ ഗ്രാഫിന്റെ അപ്പിയറൻസ് എന്തായിരിക്കും? then graph will be like this. നെഗറ്റീവ് വെലോസിറ്റി ആണെങ്കിൽ ഗ്രാഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പൊസിഷൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും. ഇപ്പൊ ഈ കാറ് ഫിഗറിലേക്ക് കാർ ലെഫ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇനിഷ്യൽ പൊസിഷൻ കോർഡിനേറ്റ് x0 ആണെങ്കിൽ ആ x0 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. പിന്നെ ലെഫ്റ്റിലേക്ക് പോരുന്തോറും അതിന്റെ ഇൻസ്റ്റന്റാനിയസ് പൊസിഷനായ എക്സിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കും. ലെഫ്റ്റിലേക്ക് പോരുന്തോറും എക്സിന്റെ വാല്യൂ കുറയും. അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന പോയിന്റ്സ് താഴത്തേക്ക് വന്നിരിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് this will be the position time graph. This will be the position time graph for an object moving with negative velocity. നെഗറ്റീവ് വെലോസിറ്റി ആണ്. അപ്പോൾ അതിന്റെ ഗ്രാഫിന്റെ സ്ലോപ്പ് എടുക്കുകയാണെങ്കിൽ ഈ ആംഗിൾ ടാൻ വാല്യൂ ആണ്. ഇതാണ് ഗ്രാഫ്. ഇതിന്റെ ടാൻ വാല്യൂ ആയിരിക്കും അതിന്റെ യൂണിഫോം ആയുള്ള വെലോസിറ്റി. അത് നെഗറ്റീവ് ആണ്. കാരണം എന്താണ്? ദിസ് ആംഗിൾ is greater than 90 degree. So tangent of the angle will be naturally negative. So in the case of an object moving with a negative velocity, the position time graph will be a straight line graph having negative slope. ഇവിടെ നോക്കി അറിയാൻ പറ്റും. x0 എന്ന് പറയുന്ന ആദ്യത്തെ പൊസിഷൻ ഇങ്ങോട്ട് പോകുകയാണെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ വലിയ വാല്യൂ ആയിരുന്നു ആദ്യം x0, കുറഞ്ഞു. എക്സിന്റെ വാല്യൂ ഓരോ ഇൻസ്റ്റന്റ് കഴിയുന്നതോറും കുറയും. അതാണ് നെഗറ്റീവ് വെലോസിറ്റി ഉള്ള ഓബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്വഭാവം. ഓക്കെ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി പറയാം. ഫസ്റ്റ് വി കൺസിഡേർഡ് the position time graph of an object at rest. What is position time graph? It is a graph obtained by plotting time along the x-axis and the position coordinate along the y-axis. In the case of a stationary object, say a car at rest at a distance from the reference point O, at a certain distance. When you observe the car at different times, the distance will be found to be the same. So at 0 time the distance can be plotted on the graph by this point. Then after some time the distance remains the same, so we get a straight line parallel to the time axis. So for a stationary object the position time graph will be a straight line parallel to the time axis as this. Now we consider the second case for an object moving with uniform velocity. When an object moves with uniform velocity, as an example, we consider the same car moving with uniform velocity. When it reaches at the point P, when the car reaches the point P, we start the stopwatch. That means we take the time t equals 0 when the displacement of the car with respect to this reference point, that means foot of a post, is x0. And so we get a point here A, corresponding to time t is equal to 0. We get a point here A, and the position coordinate will be x0 at this instant t is equal to 0, and the point on the graph will be A. Okay. Now after some time, say at the instant t1, we measure the position coordinate. Then the point will be B. Then after some time the position coordinate will be x2 at the instant t2. So as time passes
we observe the position of the car at different instants of time, and the graph is plotted. ABCD is the graph obtained by plotting the different positions corresponding to different times. Time along the x-axis and position along the y-axis. ABCD is the graph obtained. Now, the position coordinate corresponding to time t1, or the instant t1 is x1, and the position coordinate corresponding to the instant t2 is x2. From this straight line graph, we can find the slope of the graph, and we can compare the slope with the velocity of the object. But we know that the velocity of the object is given by v equals a rate of change of displacement. The final position coordinate is x2 and the initial position coordinate is x1. So this is the displacement for a time from t1 to t2. So this displacement divided by corresponding times, that means t2 minus t1 will be the velocity of the object. Now we can study the graphical meaning of this expression. From the figure we see that x2 is c dash c and x1 is b dash b. So x2 minus x1 means the distance c dash c minus c dash e. That means it is c. So this will be equal to c from the graph, and t2 minus t1 means this time interval minus this time interval. That means this is the duration t2 minus t1. That means b is the time difference. So this divided by b. Now from the graph we see that this c divided by b is the opposite side divided by adjacent side of the angle theta. So that will be tan theta, where theta is the angle made by this straight line graph with the positive direction of x-axis. കാരണം ഈ ആംഗിളും ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസ് ആയിരിക്കും. അതുകൊണ്ട് ഈ ട്രയാംഗിൾ തീറ്റ എന്ന് തന്നെ ആയിരിക്കും ഈ ഗ്രാഫ് എക്സ്റ്റെൻഡ് ചെയ്താൽ ഈ എക്സ് ആക്സിസ് ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ദിസ് വിൽ ബി ടാൻ തീറ്റ. ഫ്രം ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഈസ് ദ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്. അത് എവിടെ എടുത്താലും ഈ ഗ്രാഫിൽ എവിടെ നമ്മൾ വരച്ചെടുത്താലും കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. സോ ദ വെലോസിറ്റി ഈസ് എ യൂണിഫോം വെലോസിറ്റി. This is the case of an object moving the positive velocity. എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുത്തിരിക്കുകയാണ്. റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴുള്ള ആ ഒരു വെലോസിറ്റി പൊസിഷൻ ലൈൻ ഗ്രാഫാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ കിട്ടിയ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ഹാവിങ് പോസിറ്റീവ് സ്ലോപ്പ് ആണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ പരിഗണിക്കുന്നത് ഇഫ് ദ കാർ മൂവ്സ് ടുവേർഡ്സ് ദ ഒറിജിൻ അടുത്തേക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇനിഷ്യൽ പൊസിഷൻ കോർഡിനേറ്റ് x0 എന്ന് വിചാരിക്കാം. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുന്നു. x0 എന്ന് പറയുന്ന പ്രത്യേക ഡിസ്റ്റൻസ്, അതായത് പി എന്ന് പറയുന്ന പോയിന്റ് എത്തിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സ്റ്റോപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 0 ടൈമിൽ പൊസിഷൻ കോർഡിനേറ്റ് x0 ആണ്. അത് ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. 0 ടൈമിൽ പൊസിഷൻ കോർഡിനേറ്റ് x0 മാർക്ക് ചെയ്തു. പിന്നെ ഓരോ ടൈം പാസ് ചെയ്യുന്നതോറും ഈ ഡിസ്റ്റൻസ് x എന്ന് പറയുന്ന കോർഡിനേറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. ലെഫ്റ്റിലേക്കാണ് പോയതെങ്കിൽ അത് കുറയുമ്പോൾ ടൈം പാസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഹൈറ്റ് കുറഞ്ഞു വരും ഗ്രാഫിൽ. സോ ഗ്രാഫ് ഇങ്ങനെ പോകും. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആയതുകൊണ്ട് tan value in the negative one. So it has a negative slope. So in the case of a particle moving with a negative velocity, the position time graph will be a straight line graph having negative slope. അതിവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കിയാൽ അറിയാം, t1 എന്ന് പറയുന്ന ഇൻസ്റ്റന്റിലെ പൊസിഷൻ കോർഡിനേറ്റ് x1 കൂടുതലാണ്, t2 എന്ന ഇൻസ്റ്റന്റിലെ പൊസിഷൻ കോർഡിനേറ്റ് x2 കുറവാണ്. അപ്പോൾ x2 മൈനസ് x1 എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. t2 മൈനസ് t1 ഇവിടെയും പോസിറ്റീവ് തന്നെ, അത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ t2 മൈനസ് t1 എന്ന് പറയുന്നത് പോസിറ്റീവ് കൊണ്ട് x2 മൈനസ് x1 നെഗറ്റീവിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കേസിൽ കിട്ടുന്നത് നെഗറ്റീവ് ബൈ പോസിറ്റീവ് ഈക്വൽസ് നെഗറ്റീവ് ആയിരിക്കും. സോ ഇൻ ദ കേസ് ഓഫ് an object moving with a negative velocity, the position time graph will be a straight line having a negative slope. ആ നെഗറ്റീവ് സ്ലോപ്പ് ആണ് നെഗറ്റീവ് വെലോസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ.